യഹോവാഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാനം വിവേകവുമാവുന്നു. സാദൃശ്യവാക്യം 9-ാം അധ്യായം 10-ാമത്തെ വാക്യം. ഒരമ്മയുടെ ദർശനം എത്രമാത്രം മക്കളെ സ്വാധീനിച്ചു എന്നതാണ് ഇനി പറയുന്ന കാര്യങ്ങളിലൂടെ നാം മനസ്സിലാക്കുന്നത്. റോസ് തൻ്റെ കുഞ്ഞുങ്ങളെ കൈകളിലെടുക്കുമ്പോൾ ഇങ്ങനെ പറയുമായിരുന്നു: ഈ കുഞ്ഞുങ്ങളുടെ ജീവിതകാലത്ത് ഇവരെ കാണുന്നവരിലും ഇവർ കാണുന്നവരിലും സ്വാധീനം ചെലുത്തുവാൻ കഴിയും വിധം എന്താണ് ഞാൻ ഇവർക്ക് വേണ്ടി ചെയ്യേണ്ടത്? എന്താണ് ഇവർക്ക് ഞാൻ പറഞ്ഞു കൊടുക്കേണ്ടത്? ഈ ചോദ്യം ഒരു മാതാവിനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രാധാന്യമുള്ളതാണ്. അതേസമയം ഹൃദയസ്പർശിയായ ഒരു ചിന്താധാരയുമാണ്. തുടർന്ന് ഇതൊരു ദൗത്യമായി ഏറ്റെടുത്ത് റോസ് തൻ്റെ കുഞ്ഞുങ്ങളുടെ ഏറ്റവും മികച്ച അധ്യാപികയായി തന്നെ മാറി. സ്വയം തീരുമാനങ്ങൾ എടുക്കുവാൻ കുഞ്ഞുങ്ങളെ പ്രാപ്തരാക്കുകയും അതിനായി കഥകൾ, ഉദാഹരണങ്ങൾ, കണ്ടുപിടുത്തങ്ങൾ എന്നിവയെക്കുറിച്ച് അവർക്ക് പറഞ്ഞു കൊടുക്കുകയും ചെയ്തു. മിക്കപ്പോഴും അവരെ പ്രോത്സാഹിപ്പിച്ചു. കുട്ടികളുമായി ചരിത്രം, രാഷ്ട്രീയം തുടങ്ങിയ വിഷയങ്ങളിൽ ചർച്ചകളിലും സംഭാഷണങ്ങളിലും അവർ ഏർപ്പെട്ടു. ഭവനത്തിൽ അതിഥികൾ വരുമ്പോൾ കുട്ടികൾ അതിഥികളോട് സംശയങ്ങൾ ചോദിക്കുവാനും കുട്ടികളുടെ അഭിപ്രായങ്ങൾ പ്രകടിപ്പിക്കാനുമുള്ള അവസരങ്ങൾ നൽകി. സമ്പന്ന കുടുംബമായിരുന്നെങ്കിലും അവർ കുട്ടികളെ സ്വയം പര്യാപ്തത നേടുന്നതിന് സൈക്കിൾ റിപ്പയറിംഗ് പോലെയുള്ള ജോലികൾ ചെയ്യാൻ പ്രേരിപ്പിച്ചു. തങ്ങൾക്ക് ലഭിക്കുന്ന പോക്കറ്റ് മണി സ്വരൂപിച്ച് ഏതെങ്കിലും കാര്യങ്ങൾ ചെയ്യുവാനുള്ള പരിശീലനം അവർക്ക് നൽകി. ഓരോ കുട്ടിക്കും സ്വാതന്ത്ര്യബോധവും സ്വകാര്യതയും നൽകിയെങ്കിലും കുട്ടികൾക്ക് ഒരു കുടുംബത്തിന് അംഗമാണെന്ന് തോന്നൽ നൽകുന്നതിനായി ഒരേ വിലയുള്ള വസ്ത്രങ്ങളായിരുന്നു അവർ മക്കൾക്ക് നൽകിയത്. കുട്ടികൾ ആത്മവിശ്വാസവും ചിന്താശക്തിയും ഉള്ളവരാകണമെന്നും പാവപ്പെട്ടവരോട് മനസ്സിലുള്ളവരാകണമെന്നും ആ മാതാവ് ആഗ്രഹിച്ചു. റോസ് അതിൽ വിജയിക്കുക തന്നെ ചെയ്തു. റോസ് കെന്നഡിയുടെ മക്കളിൽ ജോൺ കെന്നഡി അമേരിക്കൻ പ്രസിഡന്റും റോബർട്ട് കെന്നഡി അറ്റോർണി ജനറലും തിയോഡർ കെന്നഡി അമേരിക്കൻ സെനറ്ററുമായി പ്രാഗൽഭ്യം തെളിയിച്ചു. ലോകപ്രകാരം സൽസ്വഭാവികളും ഉന്നത പദവികൾ അലങ്കരിക്കുന്നവരുമായി തീരുവാനുള്ള ബുദ്ധിമതിയായ ഒരു മാതാവിൻ്റെ ഇച്ഛയാണ് നാം ഇതിൽ നിന്നും ദർശിക്കുന്നത്. എന്നാൽ അതിനേക്കാളൊക്കെ ഉപരിയായി മനുഷ്യജീവിതത്തിൽ ആദ്യമായി തീരേണ്ട ഒരു കാര്യമാണ് ആത്മീയ പരിപക്വത ആർജിക്കുക എന്നത്. അതിന് സഹായിക്കുന്ന പ്രധാന ഘടകം ദൈവത്തിൻ്റെ വചനം മാത്രമാണ്. ചെറുപ്പം മുതൽ തന്നെ ദൈവത്തിൻ്റെ വചനത്തിൽ വിശ്വാസം ഉറയ്ക്കുന്നുവെങ്കിൽ തീർച്ചയായും ആത്മീയ വ്യക്തിത്വത്തിൻ്റെ വളർച്ചയും സ്ഥിരതയും ഉണ്ടാകുന്നതാണ്. ദൈവത്തിൻ്റെ വചനം ആത്മീയ വ്യക്തിത്വങ്ങളെ ശക്തിപ്പെടുത്തുന്നു. മക്കളെ ചെറുപ്രായത്തിലെ ദൈവിക പാതയിൽ വളർത്തുവാൻ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിക്കേണ്ടിയിരിക്കുന്നു. US പ്രസിഡന്റായിരുന്ന ഏബ്രഹാം ലിങ്കൻ്റെയും ഇംഗ്ലണ്ടിനെ സുവിശേഷത്താൽ മാനസാന്തരത്തിലേക്കും ഉണർവിലേക്ക് നയിച്ച ജോൺ വെസ്ലി, ചാൾസ് വെസ്ലി തുടങ്ങിയവരെ ദൈവവഴിയെ നടത്തിയ മാതാക്കളെയും നാം ഓർക്കേണ്ടിയിരിക്കുന്നു. മക്കളെ ദൈവിക പാതയിൽ വളർത്തുന്നതിൽ ഇവരുടെ പങ്ക് ഏറെ വലുതായിരുന്നു. ഈ തലമുറ അന്ധവിശ്വാസത്തിലേക്കും അനാചാരത്തിലേക്കും കുതിച്ചു പാഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ മക്കളെ ദൈവിക മാർഗത്തിൽ പരിശീലിപ്പിക്കുവാൻ മാതാപിതാക്കൾ ഏറെ ശ്രദ്ധിച്ചാൽ അത് തലമുറകൾക്ക് നന്മയായിട്ട് തീരും.